നമസ്കാരം. ഇത് ഒരു റിട്ടയർഡായ ഹെഡ് മിസ്സസ്, അതായത് പ്രധാന അധ്യാപിക, റിട്ടയർ ആയിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ ലൈംഗിക ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം സംഭവമാണ്. അതായത് ഇവർ തെക്കൻ ജില്ലയിൽ നിന്ന് ഇവിടെ വന്നതാണ്, ടീച്ചർ ജോലി സംബന്ധമായിട്ട്. ഇതിൻ്റെ ഭർത്താവും ഗവൺമെൻറ് ജോലിക്കാരനാണ്. പക്ഷെ അയാൾ ഞാനിവരെ പരിചയപ്പെടുമ്പോൾ തന്നെ റിട്ടയർഡ് ആയിട്ടുണ്ട്. ഇയാളവരും കൂടി പോകണേണ്ട അച്ഛനും മോളും പോകുകയാണെന്ന് തോന്നുള്ളൂ. ഇത് നല്ല സാരി എടുത്താണ്. അപ്പോൾ ഞങ്ങൾ ലൈബ്രറിയിൽ ഞാൻ സ്ഥിരം പോകും. അവിടെ പബ്ലിക് ലൈബ്രറിയാണ്. അവിടെ ആഴ്ചയിൽ മീറ്റിംഗ് ഉണ്ടാവും, എന്തെങ്കിലും വിഷയങ്ങളൊക്കെ സംബന്ധിച്ചൊക്കെ പ്രഭാഷണങ്ങൾ. അപ്പോൾ ഇവരവിടെ വരും. അങ്ങനെ ഞാനിവരായിട്ട് നല്ല പരിചയം. അപ്പോൾ ഇവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ റിട്ടയറായി, പെൻഷൻ പൈസ വരുന്നുണ്ട്. പിന്നെ ഇവർക്ക് 2 പെൺമക്കളാണ്. അവർ രണ്ടാളും സ്വിറ്റ്സർലൻഡിലാണ്. സെറ്റപ്പാണ്, എല്ലാം കൊണ്ടും സെറ്റിൽഡാണ്. അപ്പോൾ ഇയാളെന്ത് ചെയ്യും, ഇയാൾക്കൊരു സ്കൂട്ടി ഉണ്ട്. അവിടെ കുറച്ച് ദൂരത്തെ ഒരു കള്ള് എന്ന് രാവിലെ അവിടെ പോകും. എന്നിട്ട് ഇങ്ങനെ ചെത്തുകളിൽ വരുമ്പോൾ അത് കുടിക്കും. എപ്പോൾ അതിലെ പോയാലും ഇയാളുടെ സ്കൂട്ടർ ആ ഷാപ്പിൻ്റെ മുമ്പിലിരിക്കുന്നുണ്ടാവും. ഇയാളെ കണ്ട നല്ല പ്രായമുണ്ട്. അങ്ങനെ ഒരു ദിവസം ലൈബ്രറിയിൽ നിന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ റിട്ടയർമെൻറ്റാണ് അടുത്ത ആഴ്ച, വീട്ടിൽ ചെറിയ പരിപാടി ഉണ്ട്, വരണം പറഞ്ഞു. ഞാൻ അതിശയിച്ച്, റിട്ടയർമെൻറ്റാണ്, നിങ്ങൾക്കിപ്പോൾ ഇത്രയും വയസ്സായോ, നിങ്ങളെ കണ്ടാൽ പറയില്ല പറഞ്ഞു. അത് ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, പക്ഷെ അതിന് നല്ലോണം സുഖിച്ചത്. അങ്ങനെ ഇവിടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ മരിച്ചു. ഇയാൾക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടായില്ല. ഒരു ദിവസം ചെറിയൊരു വേദന അങ്ങനെ കൊണ്ടുപോയി മരിച്ചു. സാധാരണ ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളൊക്കെ വന്ന് കുറച്ച് നിരാശ ബാധിക്കുന്ന ആൾക്കാരായി മാറും. പക്ഷേ ഇവർ കുറച്ച് അടിപൊളിയാകാൻ തുടങ്ങി. അന്ന് വരെ സാരി കൊടുത്ത ഇവർ ചുരിദാർ ഇടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളും ഇവിടെ നമുക്ക് കൂടിക്കാഴ്ച ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കും നല്ലോണം. ഞാൻ റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാ ദിവസവും ജോലിക്ക് പോയിരുന്ന ഒരാൾ പെട്ടെന്ന് എങ്ങും പോകാനില്ലാണ്ടാവുമ്പോൾ അത് എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അങ്ങനെ ഞാനിവരോട് പറഞ്ഞു, നമുക്ക് ഞായറാഴ്ച ഒന്ന് കോഴിക്കോട് പോയാലോ വെച്ച്. എന്തിനായിട്ട്, വെറുതെ. ഞങ്ങൾ കോഴിക്കോട് പോയി, കടപ്പുറത്തൊക്കെ പോയി കുറേ നേരം ഇരുന്ന്. അപ്പോൾ ഇവർ നല്ലൊരു സുഹൃത്താണ്, അതായത് നല്ല വിവരമുള്ള സ്ത്രീയാണ്. അപ്പോൾ ഇവരുടെ കല്യാണത്തിനെ പറ്റിയൊക്കെ പറയണം. ഒരുപാട് വയസ്സിന് വ്യത്യാസമുണ്ട്. അത് വീട്ടുകാർ പിടിച്ച് കെട്ടിച്ചാണ്, ഇയാളുടെ ജോലി കണ്ടിട്ട്. പിന്നെയാണ് ഇവർക്ക് ജോലി കിട്ടുന്നത്. അന്ന് തൊട്ടൊരു പൊരുത്തമില്ലാത്ത ലൈഫാണ്. പിന്നെ അങ്ങനെ 2 മക്കളുണ്ടായി. പിന്നെ ഇവർ കുറേ അങ്ങനെ റൊമാൻറ്റിക്കായിട്ടുള്ള വർത്തമാനങ്ങളും എന്തും എന്നോട് പറയാം. എന്ത് വിഷയം പറഞ്ഞാലും മനസ്സിലാകുന്ന കൂട്ടത്തിലാണ്. കാരണം അവർക്ക് ബ്രോഡായിട്ടുള്ള വായനയുണ്ട്. അപ്പോൾ അവരെന്നോട് ഈ പട്ടാളത്തിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കും, അങ്ങനത്തെ യുദ്ധം അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചേ, നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോകണില്ലേ ചോദിച്ചു. അപ്പോൾ ഇവരിവിടെ വീടൊക്കെ വാങ്ങി സെറ്റായതല്ലേ. അപ്പോൾ ഇവർ പറഞ്ഞ് ഇപ്പം തൽക്കാലം പോകണില്ല പറഞ്ഞു, ഒറ്റക്കൊരു വീട്ടിലങ്ങനെ നിൽക്കണേ. അപ്പോൾ ഇവർക്ക് നാട്ടിലെ ഫാദറും മദറും ഒക്കെ ഉണ്ട്, ഇത്തിരി പ്രായമുള്ളതാണ്. തൽക്കാലം പോകില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് നമുക്കൊരു യാത്ര പോയാലോ ചോദിച്ചു. എവിടെയൊക്കെ ചോദിച്ചു. നമ്മളങ്ങോട്ട് പോകാം, ഒരു 10 ദിവസം കഴിഞ്ഞാലേ നമ്മൾ തിരിച്ച് വരുള്ളൂ. ആദ്യം ഡൽഹിയിൽ പോകാം, അവിടെ നമുക്ക് തീരുമാനിക്കാൻ പറഞ്ഞു. ഞാൻ ഡൽഹിക്ക് നോക്കുമ്പോൾ ടിക്കറ്റ് രാജധാനിയൊക്കെ ഫുള്ളാണ് ഉദ്ദേശിച്ച ദിവസം. അപ്പോൾ ഞാൻ പ്ലാൻ മാറ്റി, ഹൈദരാബാദല്ല നമ്മുടെ ഇഷ്ട സ്ഥലം, അങ്ങോട്ട് പോയി 2 ദിവസം അവിടെ നിന്നാണ് ഈ പെണ്ണിനെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സിനിമക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ മേലൊന്നും തൊട്ടിട്ടില്ല. പക്ഷെ റൂമെടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ കുളിച്ചൊക്കെ ഡ്രസ്സ് മാറ്റി വന്നപ്പോൾ ഞാൻ ജനലിൻ്റെ അടുത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുക ഇവർ വരുമ്പോൾ. അപ്പോൾ അവർ പറഞ്ഞ് ജനലടച്ച് കൊതുക് വരും എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ജനലടച്ച് പിന്നെ AC ഓണാക്കി ഞാനിതിനെ നെറ്റിമേൽ ചുംബിച്ച് കെട്ടിപ്പിടിച്ച്. അപ്പോൾ ഇതെന്നെ തിരിച്ച് കെട്ടിപ്പിടിച്ച്.
അതിനു മുമ്പ് അങ്ങനത്തെ ഒരു സൂചന ഞാൻ കൊടുത്തിട്ടില്ല. ഒപ്പം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അവൾ കിസ്സാണ്ട് മുറുക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പെണ്ണ് വെരി ഇൻട്രസ്റ്റഡ് പെണ്ണാണ്. പിന്നെ അതിൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് സെക്സിൽ താല്പര്യമുള്ള പെണ്ണാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ആന്ധ്രയിലുള്ള പെണ്ണുങ്ങൾക്കൊരു പ്രത്യേകത, കാലിങ്ങനെ വളച്ച് വെച്ചിട്ട് കളിക്കുള്ളൂ. അവർക്ക് അതാ ഇഷ്ടം. അപ്പം ആന്ധ്രയല്ലേ, ഫസ്റ്റ് കളി അങ്ങനെയൊക്കെ ചെയ്താൽ ഇവർ വിചാരിക്കില്ലേ നമ്മൾ കുറച്ച് മോശം ആളാണ്. ഫസ്റ്റ് കളി സാധാരണ നോർമൽ കൊടുത്ത്, രണ്ടാമത്തെ ദിവസം ആന്ധ്ര സ്റ്റൈലൊന്ന് കൊടുത്ത്, പിന്നെ ഞങ്ങൾ ഡൽഹി പോയി. പഞ്ചാബിൽ പോയപ്പോൾ പഞ്ചാബികൾക്കൊരു സ്വഭാവമുണ്ട്, കുമ്പിട്ട് നിർത്തിയിട്ടാണ് അവർക്ക് ഇൻട്രസ്റ്റ്. അവർ വെക്കണ സ്ഥലം വേറെ, പക്ഷെ അതൊക്കെ മോശമല്ലേ, എന്നാലും കുമ്പിട്ട് ഒന്ന് കൊടുത്ത്. അപ്പോൾ അതിന് നല്ല ഇഷ്ടമായി. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമുള്ള രീതി അത് ഞാൻ ചെയ്തു തരാം. അപ്പം നമ്മൾ തമ്മിൽ കാമുകന്മാരൊന്നുമല്ല. പക്ഷെ വേറൊന്നുണ്ട്, നമ്മൾ ഒരു യാത്ര പുറപ്പെടാൻ നമ്മൾ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ വരാൻ ഒരു അരമണിക്കൂറൊക്കെ ഉള്ളപ്പോൾ ഒരു ത്രില്ലാണ്, സമയം അങ്ങോട്ട് പോകില്ല. പക്ഷെ ഇവൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവള് ഒരാളെ തിരയുന്നുണ്ട് കുറേ ആയിട്ട്. അതായത് ഇവളെ ഫൈനാൻഷ്യലായിട്ട് ചൂഷണം ചെയ്യുന്ന ആളാവരുത്, വിശ്വസിക്കാൻ പറ്റണം, രഹസ്യം സൂക്ഷിക്കുന്ന ആളായിരിക്കണം. ഇവൾക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് എനിക്ക് നറുക്ക് വീണത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിഞ്ഞ് കള്ളവെടിക്ക് കൊണ്ടുപോകുക, ഇനി പ്രണയിക്കുക, വെറും ഒരു പരിപാടി മാത്രം ഉദ്ദേശിക്കണമെങ്കിലും നമ്മളവരെ സ്നേഹിക്കണം. നമ്മൾ സ്നേഹം കൊണ്ട് അവരെ വീർപ്പുമുട്ടിക്കണം. ഈ 10 ദിവസത്തെ യാത്രയിൽ ഞാൻ അവരെ സ്നേഹിച്ച്, അതായത് ആ ആഴ്ച കല്യാണം കഴിച്ചൊരു ഭാര്യയും ഭർത്താവും എങ്ങനെ ഉണ്ടാവും അതേപോലെ മൊബൈലൊക്കെ ഓഫ്, അത്യാവശ്യത്തിന് മാത്രം ഓണാക്കി വിളിക്കും. ആരും വിളിക്കണ്ട, ബോംബ് പൊട്ടണമെങ്കിൽ പൊട്ടിക്കോട്ടെ എന്നുള്ള ഇതാണ് എനിക്ക്. അവരും അങ്ങനെ ചെയ്ത് 10 ദിവസം പോയതറിഞ്ഞില്ല. ഞങ്ങൾ വാഗാ ബോർഡർ, കാശ്മീർ വരെ പോയി ആ ട്രിപ്പ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ പോയി ആലപ്പുഴ. അങ്ങനെ ആകുമ്പോൾ ഇവളുടെ ഫാദറിനും മദറിനൊക്കെ ചെറിയ സുഖലായ്മ, വയസ്സായതല്ലേ, അവർ തീരുമാനം എടുത്ത് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇവരെന്നോടൊരു കാമുകനോടുള്ള എല്ലാ ബന്ധവും രാത്രിയൊക്കെ ദീർഘമായിട്ട് സംസാരിക്കും, ഒരുപാട്. അതിൻ്റെ ഇടയ്ക്ക് മൂത്ത മോളെ എന്നെ വിളിച്ചൊരു ദിവസം, എനിക്കറിയില്ല, ഒരു സർപ്രൈസ്, ഇന്ന ആളുടെ മോളാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്നോട് ആ പെണ്ണൊരു വാക്ക് പറഞ്ഞു, അമ്മക്ക് നല്ല എൻജോയ്മെൻറ്റും സ്നേഹവും കൊടുക്കണ്ടല്ലോ, താങ്ക്സ്, നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളെനിക്കിഷ്ടമായി, നിങ്ങളാണ് ശരിക്കുള്ളൊരു മനുഷ്യൻ, അങ്ങനെ വേണം. മറ്റുള്ള തെറ്റായ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാണ്ട് ഒരാളെ സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ യൂറോപ്പിൽ ജീവിക്കണവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അങ്ങനെ എന്നെ നല്ല സ്നേഹത്തിൽ വിളിച്ചു ആ പെണ്ണ്. അപ്പോഴൊക്കെ എനിക്ക് നല്ലതായി. ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ട്, എവിടെ വിളിച്ചാലും പോകും. ഞാനിപ്പോൾ അവരുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആളാരാ എന്താണെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെച്ചതാണ്. അപ്പോൾ അവർക്ക് ആ റിട്ടയർമെൻറ്റ് പ്രായം 56 തോന്നുന്നത്. അതിന് ശേഷമാണ് അവർ ശരിക്ക് കളിക്കാൻ ആരംഭിച്ചത്. എന്നോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് എനിക്ക് ഈ സുഖമൊന്നും കിട്ടിയിട്ടില്ല, മക്കളുണ്ടാകാനിപ്പോൾ സുഖം വേണമെന്നില്ലല്ലോ, കളിച്ചാൽ പോരെ, ശുക്ലാതിൽ വീണ ആ കുട്ടി ഉണ്ടാവും. അപ്പോൾ ആ പെണ്ണിന് ഞാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു കല്യാണം കഴിച്ച നവവധുവിന് കിട്ടുന്ന സുഖം, സ്നേഹവും സന്തോഷം എനിക്ക് കൊടുക്കാൻ പറ്റി. ഇപ്പോഴും മിക്ക രാത്രിയിൽ എന്നെ വിളിക്കും. ഇനിയിപ്പോൾ അടുത്ത ഓണം കഴിഞ്ഞിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. എനിക്ക് അങ്ങനത്തെ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്. കളി മാത്രമല്ല, നമ്മളവരെ സ്നേഹിക്കണം. സ്നേഹിച്ച് നമ്മൾ അവർക്കൊരു പരിഗണന കൊടുക്കണം. എന്നാൽ പിന്നെ അവർ വേറിടില്ല. ഇപ്പോഴും എനിക്ക് എന്ത് ചോദിച്ചാലും അവർ തരും. പക്ഷെ ഞാൻ ചോദിക്കുക അങ്ങനത്തെ, കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരാളെ പരിചയപ്പെട്ട അയാൾ ഏത് തരക്കാരനാണ്, തട്ടിപ്പുകാരനാണെന്നൊന്നും അറിയില്ലല്ലോ. ഇപ്പം പെണ്ണുങ്ങളാരും അങ്ങനെ പരിചയപ്പെടാൻ പോകില്ല, അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കില്ല. അടുത്ത വീഡിയോ നാളെ. നമസ്കാരം.